കർത്തൃനാമത്തിൽ ദൈവദാസീദാസന്മാരായ G2R പ്ലാറ്റ്ഫോമിൽ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വന്ദനം. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. രാജകീയ പൗരോഹിത്യവർഗം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് നാം ചില കാലങ്ങളായി ദൈവവചനം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ചിന്തിപ്പാൻ പ്രേരകമായ വിഷയം വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ എഴുതിയ 1 ലേഖനം 2 അധ്യായം 9 വാക്യമാണ്. അതിൽ ഞാൻ എന്നോ തൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന വിശ്വാസികൾ എന്നോ പറയാതെ എല്ലാ കാലത്തും എവിടെയും പാർക്കുന്ന വിശുദ്ധന്മാരായി ദൈവസഭയെ ഒന്നിച്ച് കണ്ടുകൊണ്ട് പെന്തക്കോസ്ത് ദിവസത്തിൽ സ്ഥാപിതമായ സഭയിലെ വിശ്വാസികൾ തൊട്ട് ജാതികളുടെ പൂർണ്ണസംഖ്യ ചേർന്ന് സഭ ഇവിടെ നിന്നും സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെടുന്നിടം വരെ മരിച്ചവരും ജീവനോടിരിക്കുന്നവരും ഇനിയും വിശ്വാസത്തിൽ വരുവാൻ പോകുന്നവരുമായ സകല വിശുദ്ധന്മാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നാം എന്ന പദം വിശുദ്ധ പത്രോസ് അവിടെ ഉച്ചരിക്കുന്നത്. പഴയ നിയമത്തിലെ പുരോഹിതന്മാർ സമാഗമന കൂടാരം എന്ന വിശുദ്ധ മന്ദിരം വിട്ട് പുറത്തു വരുമ്പോൾ അവരുടെ കാലുകളിൽ പറ്റുന്ന അഴുക്കുകളും തൊടുവാൻ സാധ്യതയുള്ള അഴുക്കുകളും തിരികെ ആലയത്തിൽ പ്രവേശിക്കുമ്പോൾ തുടരാതിരിക്കേണ്ടതിനു വേണ്ടി വാതിൽ വഴി അകത്ത് കയറി യാഗപീഠത്തിലെ ശുശ്രൂഷകളോ കാഴ്ചപ്പത്തിൻ്റെ മേശയിലോ വിളക്കിൻ്റെ തിരികളോ മുറിക്കുന്നതിന് മുൻപ് താമ്രത്തൊട്ടിയിലെ വെള്ളം കൊണ്ട് കൈകാലുകൾ കഴുകി ജഡീക ശുദ്ധി വരുത്തിയ ശേഷം മാത്രമേ അതിൽ പ്രവേശിക്കുകയുള്ളൂ. പുതിയ നിയമത്തിലാകട്ടെ ഒരു സമാഗമന കൂടാരമില്ല. നമ്മളാണ് ദൈവത്തിൻ്റെ കൂടാരം. നമ്മൾ പുറത്തുപോയി അകത്തു വരുന്നില്ല. നാം സദാസമയം ആ കൂടാരത്തിൽ തന്നെ വസിക്കുന്നു. അതുകൊണ്ട് അരുതാത്ത പാപപ്രവൃത്തികളിൽ കൈകൊണ്ട് ചെയ്യുകയോ അരുതാത്ത പാപസ്ഥലങ്ങളിൽ കാലുകൾ കൊണ്ട് പോകുകയോ ചെയ്യാതെ സദാസമയം വിശുദ്ധരായി തന്നെ നിലകൊള്ളണം. ആ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് അശുദ്ധികളൊന്നും പുറത്തേക്ക് പോകുന്നില്ല എങ്കിൽ, ആ വിശുദ്ധ മന്ദിരത്തിലേക്ക് പുറത്തുള്ള അശുദ്ധികളൊന്നും പ്രവേശിപ്പാൻ അനുവദിക്കുന്നില്ല എങ്കിൽ, ആ വിശുദ്ധ മന്ദിരം നിലകൊള്ളുന്ന പാളയവും ഗോത്രങ്ങളും ശുശ്രൂഷകന്മാരായ ലേവ്യരും പാളയത്തിലെ വ്യക്തികളും വിശുദ്ധിയിൽ തന്നെ ജീവിക്കുന്നു എങ്കിൽ, അതിനേക്കാളുപരി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ദൈവവചനം നാൾക്കുനാൾ പഠിച്ചും വായിച്ചും ധ്യാനിച്ചും ഇരിക്കുന്ന വിശുദ്ധ മന്ദിരമാകുന്ന നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളാൽ അശുദ്ധരാകരുത് എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ 7 വിഷയങ്ങൾ കൊണ്ട് പഠിച്ചത്. എൻ്റെ പേര് കുരുള വർഗീസ്. നമുക്ക് ദൈവവചനം തുടരാം. മുകളിൽ നാം കണ്ട ദിവ്യ ഉപദേശങ്ങൾ അനുസരിക്കാതെ അശുദ്ധമായ വഴികളിൽ നടന്ന് തങ്ങളുടെ ജീവിതത്തെ അശുദ്ധപ്പെടുത്തുന്നവർക്കുള്ള ശിക്ഷാവിധികളിൽ യാതൊരുവിധ ഇളവും ഉണ്ടായിരിക്കുന്നതല്ല എന്ന് ദൈവവചനം നാം അസന്നിഗ്ധമായി പഠിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് യാക്കോബ് 5:12 ശിക്ഷാവിധിയിലപ്പെടാതിരിപ്പാൻ റോമർക്ക് എഴുതിയ ലേഖനം 8 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ ക്രിസ്തുവേശുവിലുള്ളവർക്കാണ് ശിക്ഷാവിധിയില്ലാത്തത്. ക്രിസ്തുവേശുവിന് പുറത്തുള്ളവർക്ക് ശിക്ഷാവിധിയുണ്ട്. ക്രിസ്തുവേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എങ്ങനെ വീണ്ടും പാപത്തിൽ വസിക്കും എന്ന് 6 അധ്യായത്തിൽ പറയുന്നു. ക്രിസ്തുവേശുവിലുള്ളവർ തങ്ങളുടെ ജഡത്തെ രാഗമോഹത്തോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്ന് കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 9 അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിലും കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് ശിക്ഷാവിധി വരാതിരിക്കേണ്ടതിന് നമ്മുടെ വാക്കുകൾ എപ്പോഴും സൂക്ഷിച്ചു വേണം സംസാരിക്കേണ്ടതിന് എന്ന് ഓർത്തുകൊള്ളണം. ഇനിയും യാതൊരു ഇളവുമില്ലാതെ
വരുന്ന ശിക്ഷാവിധിയെക്കുറിച്ചുള്ള വിഷയങ്ങൾ. ഒന്നാമത്തെ കാര്യം, വാക്കുകളാൽ തങ്ങളുടെ ജീവിതത്തെ അശുദ്ധിപ്പെടുത്തുന്നവർക്ക് ദൈവരാജ്യം അവകാശം ആക്കുവാൻ കഴിയുകയില്ല. നമ്മുടെ പരമപ്രധാനമായ ലക്ഷ്യം സ്വർഗരാജ്യം അവകാശമാക്കുക എന്നുള്ളതാണല്ലോ. കൊരിന്ത്യർക്ക് എഴുതപ്പെട്ട ഒന്നാമത്തെ ലേഖനം 6-ാം അധ്യായം 9-10 വാക്യങ്ങൾ വായിച്ചുകൊണ്ടാൽ അത് സുഗ്രാഹ്യമായി മനസ്സിലാക്കുവാൻ കഴിയും. രണ്ടാമത്, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും. അപ്പോൾ ഈ ന്യായം അവരറിയണമെങ്കിൽ അറിഞ്ഞവർ അറിയാത്തവരെ അറിയിക്കണം, പഠിച്ചവർ പഠിക്കാത്തവരെ പഠിപ്പിക്കണം. അതിനാണ് ദൈവം തൻ്റെ സഭയിൽ ശുശ്രൂഷക വൃന്ദങ്ങളെ ആക്കിയിരിക്കുന്നത്. തങ്ങളുടെ ശുശ്രൂഷാവൃന്ദങ്ങളിലായിരിക്കുന്ന ആടുകൾ എങ്ങനെയെങ്കിലും മതിൽ ചാടി വേലി ചാടി പുറത്തുള്ളവൻ്റെ അവകാശത്തിൽ പോയി ശിക്ഷ അനുഭവിച്ചാൽ അതിനുള്ള കുറ്റം ഇടയന് മാത്രമാണെന്നുള്ളത് മനസ്സിലാക്കണം. നല്ല ഇടയൻ എവിടെ പോയാലും ആടുകൾ അവനെ അനുഗമിക്കും. അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നുവെന്ന് റോമർക്കെഴുതിയ ലേഖനം 1:31 പറയുന്നു. ഒന്നാമത്തെ വാക്യം തൊട്ടുള്ള വാക്യങ്ങൾ പഠിച്ചു നോക്കണം. എന്തെല്ലാം ദുഷ്പ്രവർത്തികളാണ് അവർ ചെയ്തത്. റോമൻ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി സ്ഥാപിതമായ ദിവസം മുതൽ ഒന്നാം ചക്രവർത്തിയായ ജൂലിയസ് സീസറും അവനെ കൊന്നിട്ട് രാജ്യം പിടിച്ചടക്കി അവൻ്റെ അനന്തരവൻ അഗസ്റ്റസ് സീസറും അതിനുശേഷം വന്ന ടൈബേറിയസ് സീസറും രാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി എന്തെല്ലാം കൊലപാതകങ്ങൾ, കൊള്ളത്തരങ്ങൾ ചെയ്തു. അവയെ പ്രവർത്തിക്കുന്നവൻ മാത്രമല്ല, അവയിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നവൻ. ഏതെങ്കിലും ഒരു പടയാളി പോയി ഈ രാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി ഇന്ന കൊള്ള ചെയ്തു എന്ന് പറഞ്ഞാൽ അവരെ പ്രസാദിപ്പിക്കുകയും സമ്മാനങ്ങൾ കൊടുക്കുകയും അവരെ ഉത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ചക്രവർത്തിമാരായിരുന്നു അന്നത്തെ രാജ്യത്തുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് വിശുദ്ധ പൗലോസ് എഴുതുന്നത്, ദൈവസഭയിൽ അതിനു തുല്യമായ പാപങ്ങൾ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും ചെയ്യുന്നു എന്ന്. സഭ ദൈവത്തിൻ്റെ സ്വത്താണ്. ആ സഭയെ വളർത്തുകയും ഐക്യമായി നിർത്തുകയും ചെയ്യുകയാണ് ദൈവദാസീദാസന്മാർ ചെയ്യേണ്ടത്. സഭയെ പിളർത്തരുത്, പിളർത്തി സഭയെ വർദ്ധിപ്പിക്കരുത്, സ്പ്ലിറ്റ് ചെയ്ത് സഭയുടെ എണ്ണം കൂട്ടരുത്, സ്പ്ലിറ്റ് ചെയ്യിക്കുന്നവനെ പ്രോത്സാഹിപ്പിക്കരുത്. പൗലോസ് ചോദിച്ചൊരു ചോദ്യം കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിൽ എഴുതുന്നു, ക്രിസ്തു വിഭജിക്കപ്പെട്ടിരിക്കുന്നു, ദൈവസഭയെ കീറി മുറിക്കരുത് കേട്ടോ. ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ. ഒരു ശരീരത്തെ കീറി മുറിക്കുന്നവർ കോടതിയിൽ വരുമ്പോൾ അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റം ചെയ്തവന് മരണശിക്ഷ ഇളവില്ലാതെ കൊടുക്കും. എങ്കിൽ ഒന്നായിരിക്കുന്ന ദൈവസഭയെ പിളർത്തിയെടുത്തും മറ്റ് സഭകളുണ്ടാക്കി തങ്ങളുടെ നാമത്തെ വളർത്തുവാൻ പരിശ്രമിക്കുന്ന സ്പ്ലിറ്റ് ഗ്രോവേഴ്സിന് ദൈവം ശിക്ഷ കൊടുക്കാതിരിക്കയില്ല. മൂന്നാമത്, പരിശുദ്ധാത്മാവിനെ അനുസരിക്കാതെ ജഡത്തിൻ്റെ പ്രവൃത്തികളെ അനുസരിച്ച് അവയിൽ പ്രമോദം അനുഭവിക്കുന്നവർ ആരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. വീണ്ടും ആവർത്തിച്ച് പറയാം, അതേത് വ്യക്തിയായാലും ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്തെല്ലാമാണെന്ന് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5:20-21 എഴുതിയിട്ടുണ്ട്. അതിൽ പ്രമോദം അനുഭവിക്കുന്നവർ ആരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് പൗലോസ് മുൻപ് പറഞ്ഞതുപോലെ ഇപ്പോഴും എപ്പോഴും മുൻകൂട്ടി പറയുന്നു. മുൻപ് പറഞ്ഞു എന്നത് കൊരിന്ത്യരുടെ 6-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളിലാണ്. ഇപ്പോൾ പൗലോസ് പറഞ്ഞ പദം ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന പ്രവൃത്തികൾ ചെയ്യുന്നവർ സ്വർഗരാജ്യം അവകാശം ആക്കുകയില്ല. അങ്ങനെ ചെയ്യുന്ന വ്യക്തികളെ സിനഡ് കൂടി മുഖം നോക്കി, സ്ഥാനം നോക്കി, പണം നോക്കി അല്പകാലത്തേക്ക് മാറ്റി നിർത്തിയ ശേഷം വീണ്ടും ചേർത്താലും ദൈവം ചേർക്കുകയില്ല എന്ന് തിരുവചനം അസന്നിഗ്ധമായി പ്രസ്താവിക്കുന്നു.
വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട വ്യക്തിക്ക് അമ്മാച്ചൻ പ്രസിഡന്റ് ആയതുകൊണ്ട്, അമ്മാവിയപ്പൻ മേഖലാ പ്രസിഡന്റ് ആയതുകൊണ്ട് മുഖം നോക്കി അല്പകാലത്തെ ഇടക്കാല ശിക്ഷ കൊടുത്തിട്ട് വീണ്ടും ചേർത്താലൊന്നും ദൈവം ചേർക്കുകയില്ല. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. അടുത്ത പൗലോസ് പറയുകയാണ്, മുകളിൽ പറഞ്ഞിരിക്കുന്ന പാപപ്രവർത്തികൾ ചെയ്യുന്നവർ ആരായാലും ആർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശം ഇല്ല. എഫെസർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന് 4-5 വാക്യങ്ങൾ. ഇത് മാത്രമല്ല, ദൈവത്തെയും ദൈവനാമത്തെയും ദൈവിക വ്യവസ്ഥകളെയും അശുദ്ധമാക്കി അതിർ കടക്കുന്ന ജീവിതശൈലി പിന്തുടരുന്ന അപ്രായോഗിക വിശുദ്ധന്മാരെന്ന് നടക്കുന്നവർക്കും ദൈവിക ശിക്ഷ വരുമെന്ന് അറിഞ്ഞുകൊള്ളട്ടെ. ശ്രദ്ധിക്കുക. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കൊണ്ടാൽ മതി. സഹോദരന്മാർ തമ്മിൽ ഏതെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പരിഹാരമാർഗം തേടി വ്യവഹാരമാർഗം അന്വേഷിച്ച് അഭക്തന്മാരായ വക്കീലന്മാർക്ക് സുവിശേഷ പ്രവർത്തനം ചെയ്യുവാൻ ലഭിച്ച പണം കൊടുത്ത് വക്കീലന്മാരെയും അഭക്തന്മാരെയും ആശ്രയം തേടുന്നവർ ദൈവനാമത്തെയും ദൈവവചനത്തെയും അശുദ്ധിപ്പെടുത്തുന്നു. വാക്യം വളരെ ശ്രദ്ധിച്ചോണം. വ്യവഹാരത്തെ സംബന്ധിച്ചാണ് വിശുദ്ധ പൗലോസ് 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞത്. അത് സെൻട്രൽ പാസ്റ്റർ ആയാലും ലോക്കൽ പാസ്റ്റർ ആയാലും മേഖലാ പ്രസിഡന്റോ സ്റ്റേറ്റ് പ്രസിഡന്റോ അഖിലേന്ത്യാ പ്രസിഡന്റോ ആഗോള പ്രസിഡന്റോ ആയാലും ശരി, കോടതികളിൽ പോയി കർത്തൃനാമത്തിന് വേണ്ടി പിരിച്ചെടുത്ത പണം ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കാതെ തങ്ങളുടെ സ്ഥാനവും മാനവും സൂക്ഷിക്കേണ്ടതിനു വേണ്ടി വക്കീലന്മാർക്ക് വക്കീലൻ ഫീസും കോടതിയുടെ ചെലവും കെട്ടിവെക്കുന്ന വ്യക്തികൾ സ്വർഗരാജ്യം അശുദ്ധമാക്കുന്നില്ല. കാരണം അവർ ദൈവവചനത്തെ അശുദ്ധമാക്കുന്നു. എന്നിട്ട് ചെയ്ത കള്ളം സത്യമാണെന്ന് തെളിയിപ്പാനും ചെയ്ത പ്രവൃത്തി അത് ന്യായമാണെന്ന് തെളിയിപ്പാനും ദൂതന്മാരെ പോലും വിധിക്കുവാനായി ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്ന ഈ ന്യായാധിപന്മാർ അവിശ്വാസികളായ ന്യായാധിപന്മാരുടെ മുൻപിൽ പ്രതിക്കൂട്ടിലോ സാക്ഷിക്കൂട്ടിലോ നിന്ന് ദൈവത്തിൻ്റെ വിശുദ്ധ വചനത്തെ കയ്യിൽ പൊക്കിപ്പിടിച്ച് സത്യം സത്യമാണെന്ന് വാക്മൂലം കൊടുക്കുന്നു. ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. നിങ്ങൾ നിൽക്കുന്ന സമുദായത്തിൽ, നിങ്ങൾ നിൽക്കുന്ന പ്രസ്ഥാനത്തിൽ അങ്ങനെയുള്ള നേതാക്കന്മാരില്ലേ? രണ്ടാമത്, ക്രിസ്തുവിനെ വിഭാഗിക്കുന്ന വിധത്തിൽ ദൈവസഭയ്ക്കുള്ളിൽ വ്യത്യസ്ത വ്യക്തികളുടെ പിന്നാലെ പക്ഷം പിടിച്ച് പാനലുകൾ ഉണ്ടാക്കി അവർക്കനുകൂലമായി വിളംബരം ചെയ്യുന്നു. പാനലുകാരെ ദൈവസഭയെ വിഭജിച്ച് നിർത്തുവാൻ താല്പര്യപ്പെടുന്നവരെ സപ്പോർട്ട് ചെയ്യുക. അതിന് ലഭിക്കുന്ന ഒരു ഊണിന് ലഭിച്ച പണം വാങ്ങി സുഖിക്കുക. ഒന്ന് ചിന്തിച്ചു നോക്കണം. അതെത്ര ലക്ഷം കിട്ടിയാലും അത് ശിക്ഷയ്ക്ക് ഹേതുവാകും. കൊരിന്ത്യർക്ക് എഴുതപ്പെട്ട 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. എന്നിട്ട് ഈ എതിർ പാനലിലുള്ള വ്യക്തികളെ കണ്ടാൽ മുഖം തിരിച്ച് നടക്കുക. ജനറൽ കൺവെൻഷൻ വരുമ്പോൾ അപ്പം ഒന്നിച്ചു ഭക്ഷിക്കുക. എന്തോ ഒരു അന്യായമായത്. രണ്ടാമത്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചും കൊണ്ട് അന്യോന്യം പൊറുക്കാതെ ഒരുവനോടൊരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കാതെ, എങ്ങനെ കർത്താവ് ക്ഷമിച്ചതുപോലെ ഈ വീരന്മാരും ഈ നേതാക്കന്മാരും, ലൂക്കോസ് സുവിശേഷം 23-ാമത്തെയും 24-ാമത്തെ വാക്യം കൂടെ ഒന്ന് പഠിക്കണം. ആ ക്രൂശ് എന്ന പച്ചമരത്തിന്മേൽ മലർത്തിക്കിടത്തി, ആണിയുടെ നീളം എനിക്കറിയുകയില്ല,
ഒരു കാലിന്മേൽ ആണിയടിച്ച് മരത്തിൻ്റെ മറുഭാഗത്ത് വന്ന് ചുറ്റി ചൂണ്ട പോലെയാക്കി, കാരണം ഇളക്കിക്കൊണ്ട് പോകരുത്. അതിന്മേൽ മറ്റേ കാല് വെച്ച് വീണ്ടും പഴയതിലും വലിയൊരാണി വെച്ചടിച്ച് മറുഭാഗത്ത് വരുത്തി ചൂണ്ട പോലെ വിളച്ചു. 2 കൈകളിലും ആണി അടിക്കുമ്പോൾ കർത്താവ് പറഞ്ഞതാണ്, കർത്താവേ, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. എന്നെ കേൾക്കുന്ന വിശുദ്ധന്മാരോട് പറയട്ടെ, 50 വർഷം 40 വർഷം 45 വർഷമൊക്കെ ശുശ്രൂഷ ചെയ്തിട്ട് അറിയാഞ്ഞിട്ടാണോ ഈ പാനൽ പരിപാടിയും ഈ വിഭാഗീയതയും ദൈവസഭയിൽ കൊണ്ടുവന്നിരിക്കുന്നത്? അത് ദൈവസഭയ്ക്കും ക്രിസ്തുവിനും ദോഷമായിട്ടല്ലേ നടത്തുന്നത്? പിന്നീട് ഫേസ്ബുക്കിലും യൂട്യൂബിലും വിളംബരങ്ങൾ ചെയ്യുകയും മറുവ്യക്തിയെ തേജോവധം ചെയ്ത് അവരെ നശിപ്പിക്കുകയും അവർ പിന്മാറി വിശ്വാസത്തിൽ നിന്ന് പോയാലും സാരമില്ല, എൻ്റെ പോയിന്റ് ജയിക്കണമെന്ന് പറയുന്നതും ആത്മീയമാണോ? അവിശ്വാസികളാൽ നിയന്ത്രിക്കപ്പെടുന്ന ജാതീയ കോടതികളിൽ വ്യവഹാരത്തിന് പോകുന്നത് ആത്മീയ വിശുദ്ധിയുടെ അടയാളമാണോ? ഒന്ന് വായിച്ചു നോക്കുക. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം 12-13 വാക്യങ്ങൾ. ഏത് രാജ്യത്തിലും ജനിച്ചു വളർന്ന് ആ രാജ്യത്തിൻ്റെ പൗരത്വമുള്ള ഏതു വ്യക്തിക്കും മറ്റ് രാജ്യങ്ങളിൽ പരദേശികളായോ കുടിയേറി പാർക്കുകയോ ചെയ്യുന്ന പ്രവാസികൾക്കും കൃത്യമായി അനുസരിക്കേണ്ടതിന് അതാത് രാജ്യങ്ങളുടേതായ രാജ്യശില്പികൾ ഭരണഘടന, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ, അതാത് രാജ്യം സ്ഥാപിച്ച രാഷ്ട്രശില്പികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവ ആവശ്യാനുസരണം മാറ്റുകയും ഭേദഗതി വരുത്തുകയും ചെയ്യുന്നതിനുള്ള ചില നിബന്ധനകളും എഴുതിയിട്ടുണ്ട്. അതിൽ തന്നെ ഉണ്ടല്ലോ എല്ലാ രാജ്യങ്ങളിലും എല്ലാ പ്രസ്ഥാനങ്ങളിലുമുള്ള കോൺസ്റ്റിറ്റ്യൂഷനുകളിൽ. എന്നാൽ ദൈവസഭയുടെ സ്ഥാപകനും ഉടമസ്ഥനും തലയും ആയ ദൈവപുത്രൻ ദൈവസഭയിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹരിക്കുവാനായി വിധിമുറകൾ പറഞ്ഞിട്ടുണ്ട്. അത് ആ വിധിമുറകൾ അനുസരിച്ച് പരിഹരിക്കുകയല്ലാതെ തങ്ങളുടെ സൗകര്യാർത്ഥം അമെൻമെൻറ്റുകൾ വരുത്തുവാൻ ദൈവപുത്രൻ അനുവദിച്ചിട്ടില്ല. നിങ്ങളുടെ സൗകര്യത്തിന് ദൈവവചനത്തെ ഭേദഗതി ചെയ്യരുത് എന്ന അന്ത്യശാസനയായി ദൈവപുത്രൻ പറഞ്ഞിരിക്കുന്ന പദം സഭയുടെ ഉടമസ്ഥൻ, സ്ഥാപകൻ, പരിപാലകൻ, അതിൻ്റെ തല. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ബാധകളെ ദൈവം അവന് വരുത്തും. സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്നല്ല കേട്ടോ. ഈ പ്രവചന പുസ്തകത്തിലെ വചനങ്ങളിൽ നിന്ന് ആരെങ്കിലും തങ്ങളുടെ സൗകര്യാർത്ഥം ലാഭേച്ഛയാൽ വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശവും നീക്കിക്കളയും. ഇവൻ പറയുന്നു, സാക്ഷീകരിക്കുന്നവൻ ഞാനാണ്, ഇതാ വേഗം വരുന്നു. അതുകൊണ്ട് ഈ തിരുവചനത്തിലെ ദൈവവചനങ്ങൾക്ക് ഭേദഗതി വരുത്തരുത്, കൂട്ടരുത്, കുറയ്ക്കരുത്. ജാഗ്രതയുള്ളവരായിരിക്കുക. ദൈവം നിങ്ങളെയും നാം ഏവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. തിരുവചനം അതിൻ്റേതായ വിശുദ്ധിയോടുകൂടെ ചിന്തിക്കുകയും വിഭജിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രായോഗികമായി ജീവിപ്പാൻ ആവശ്യമെന്ന കൃപ തരികയും ചെയ്യുമാറാകണമേ എന്ന് ഞങ്ങളുടെ രക്ഷിതാവും മധ്യസ്ഥനുമാകുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങളെ എല്ലാവരെയും താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ.